നമ്മുടെ ജനപ്രതിനിധികളെല്ലാം അവിടെ എത്തുകയും ഈ രക്ഷാദൗത്യത്തിന് ഏകോപനം നൽകുകയും അതിനോടൊപ്പം നിൽക്കുകയും കുടുംബത്തെ വിശ്വാസത്തിലെടുക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് വലിയ സന്തോഷത്തോടെയാണ് നമ്മൾ എല്ലാവരും നോക്കിക്കാണുകയും ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇതാ നോക്കൂ, ഈ സതീഷ് കൃഷ്ണസേയിൽ ഇന്ന് മാധ്യമങ്ങളോട് പറയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്, ഞാൻ എൻ്റെ പ്രചാരണത്തിന്, ഇലക്ഷൻ പ്രചാരണത്തിന് പോലും ഇത്രയധികം സംസാരിക്കുകയോ കഷ്ടപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ മനുഷ്യരെല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങേക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ നിന്ന് നേരിട്ട് ലഭിക്കുന്ന വിവരങ്ങളും പ്രതീക്ഷകളും എത്രത്തോളമാണ്? ഞാനിവിടെ ഈ സംഭവം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യം എത്തിയ കേരളത്തിലൊരു MLA ആണ് ഞാൻ. അതിനെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഞാനൊന്ന് കർണാടകത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലത്തിൻ്റെ MLA ആണ്. 2 ഒരു കന്നഡക്കാരനായ MLA എന്ന നിലക്ക് അർജുൻ്റെ മിസ്സിങ്ങിന് ശേഷം വരുന്ന വാർത്തകൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു സന്ദർഭത്തിൽ പ്രതിപക്ഷ നേതാവും ലീഡേഴ്സിനോടൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു രാത്രിയാണ് പുറപ്പെടുന്നത്. മധ്യരാത്രി 2 മണിക്ക് ഞാൻ പോലീസിന് ഇൻഫോം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്പോട്ട് കണ്ടു. എല്ലാ ദിവസവും ഒരു 24 മണിക്കൂറിൽ 17 മണിക്കൂർ ഞാൻ ആ സ്പോട്ടിൽ ലൈവായി നിൽക്കുന്ന ഒരാളാണ്. വലിയ കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. നാളെ അർജുനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെ പോകുന്നതും വൈകുന്നേരം മടങ്ങുന്നതും. ഇവിടെ നിങ്ങൾ മാധു സൂചിപ്പിച്ചു, ശ്രീ സതീഷ് കൃഷ്ണസേയിൽ MLA. അദ്ദേഹം, ഞാൻ തുടക്കത്തിലും നേരത്തെ അദ്ദേഹത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം ഞാനിവിടെ വരുമ്പോൾ ഒരു ക്രമീകരണമില്ലാതെ വലിയ രീതിയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. ഞാനിന്ന് ഡിസ്ട്രിക്ട് കളക്ടറുമായി സംസാരിച്ചു, SP-യുമായി സംസാരിച്ചു. സതീഷ് കൃഷ്ണസേയിൽ MLA-യുമായി നിരന്തര മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടാണ് ഇവിടെയുള്ള അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന തുടക്കത്തിൽ ഇടപെടാൻ കഴിഞ്ഞത്. നമ്മളെല്ലാ ദിവസവും പല രീതിയിലുള്ള ആദ്യഘട്ടം 2-3 ദിവസക്കാലം കരയിൽ തെരച്ചിൽ നടത്തി. അവസാനം നമുക്ക് നമ്മുടെ തട്ടുക്കട നിലനിൽക്കുന്ന അതിൻ്റെ പുഴയോടത്ത് ഗംഗാവളിയിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളവിടെ ഈ പരുതാൻ തുടങ്ങുമ്പോൾ അവസാനമാണ് നമുക്ക് വലിയ രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മളിത് ഇന്ദ്രബാലൻ്റെ വരവോടുകൂടി അവിടെ തന്നെ ട്രക്കുണ്ട് എന്ന് നമ്മൾ കാണുന്നത്. ഞാനിപ്പോഴും വളരെ രോമാഞ്ചത്തോടു കൂടി ഓർക്കുന്നൊരു കാര്യമുണ്ട്. നല്ല കോരിച്ചൊരിയുന്ന മടയത്ത് ഡിസ്ട്രിക്ട് കളക്ടറും SP-യും സതീഷ് കൃഷ്ണസേയിൽ MLA-യും എന്നെ വിളിക്കുന്നു, പെട്ടെന്ന് ഒന്ന് സ്പോട്ടിലേക്ക് എത്താൻ. ഉടനെ സ്പോട്ടിലേക്ക് എത്തി അതിനൊരു 200 കിലോമീറ്റർ മുമ്പുള്ള ഒരു വഴിയിൽ കൂടി ഞങ്ങൾ ജാക്കറ്റ് ഇട്ട് ബോട്ടിലൂടെ STRF-ൻ്റെ നേവിയുടെ ഉദ്യോഗസ്ഥരുടെ കൂടെ ഞങ്ങൾ 4 പേരും ഈ സ്പോട്ട് കാണാൻ പോയിരുന്നു. പക്ഷെ ആ ബോട്ട്, ഈ ഗംഗാവളി നദി നിങ്ങൾക്ക് ദൂരെ നിന്ന് ക്യാമറയിൽ കാണുന്നത് പോലെയൊന്നുമല്ല. അതിൻ്റെ ഭീകരത നേരിട്ട് കണ്ട നിമിഷങ്ങളായിരുന്നു. ഒന്ന് മൂവ് ചെയ്യാൻ പോലും കഴിയാത്ത പ്രയാസപ്പെട്ട നിമിഷങ്ങൾ. പക്ഷെ അവസാനം മുഴുവൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പരിശോധിച്ചപ്പോൾ നമുക്ക് ട്രക്ക് കണ്ടെത്തി എന്നത് ഔദ്യോഗികമായി കർണാടകത്തിലെ റവന്യൂ മന്ത്രിയാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. അതിനുശേഷം നടത്തിയ മുഴുവൻ ശ്രമങ്ങളും ഈ ട്രക്കിനെ അടുത്തേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിയത്. പക്ഷെ ട്രക്ക് കണ്ട ദിവസം നമ്മൾ വൈകുന്നേരം മടങ്ങിയത് നാളെ എന്തായാലും നമുക്ക് അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നുവെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ നിരാശപ്പെടുന്ന ഒരവസ്ഥയാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഞാൻ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറയുന്നൊരു കാര്യം, ഇന്നലെ രാത്രി 11 മണിക്കും ബൂം ഇറ്റാച്ച് ഉപയോഗിച്ചുകൊണ്ട് സതീഷ് കൃഷ്ണസേയിലിൻ്റെ നേതൃത്വത്തിൽ, SP-യുടെ നേതൃത്വത്തിൽ ആ തട്ടുകടയുടെ താഴെ പരിശോധന നടത്തുമ്പോൾ 100-150 വർഷം പഴക്കമുള്ള ആൽമരമടക്കം ഇന്നലെ അതിൻ്റെ വേരുകൾ, മരക്കഷ്ണങ്ങളൊക്കെ കിട്ടി എന്നുള്ളത് പുതിയ നമുക്ക് പ്രതീക്ഷ പകരുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, ഇവിടെ മിനിസ്റ്റർ, ബഹുമാന്യനായ കേരളത്തിലെ PWD മിനിസ്റ്റർ കൃത്യമായ ഡാറ്റ അദ്ദേഹം വിവരിച്ചു. ബഹുമാന്യനായ കോഴിക്കോട് MP രാഘവട്ടനും എൻ്റെ സഹപ്രവർത്തക MLA-മാർ ഞങ്ങളൊക്കെ ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നത് ഇന്ന് നടത്തിയ ഒരു യോഗം ഒന്നുകൂടി കൂടുതൽ നമുക്ക് നാളെ ഞാനിപ്പോഴും സതീഷ് കൃഷ്ണസേയിൽ MLA മാതൃഭൂമിയുടെ ചർച്ചയിലേക്ക് വരുമ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തു. നാളെ അദ്ദേഹം ഇന്ന് ഈ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഔദ്യോഗികമായി അവരുടെ റിപ്പോർട്ട് തന്നെ കലക്ടർക്ക് കൈമാറിയ സ്ഥിതിക്ക് നാളെ
പിന്നെ SDRFിൻ്റെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മുങ്ങൽ വിദഗ്ധരുണ്ട്. അവർ മുങ്ങാൻ തുടങ്ങുന്നുണ്ട് രാവിലെ മുതൽ. നാളെ നമ്മൾ ഇതുവരെ ഓരോ ദിവസം പ്രതീക്ഷിച്ചതുപോലെ നാളെയും പ്രതീക്ഷിക്കുന്നതിനപ്പുറം നാളെ ട്രക്കിനടുത്തേക്ക് എത്താൻ കഴിയുമെന്നാണ് സതീഷ് കൃഷ്ണസൈൽ MLA ഇപ്പോൾ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്.